അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ 92-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലൈലാണ് നാം പഠിച്ചു വരുന്നത്. ഇന്ന് സൂറത്തുൽ ലൈലിലെ അവസാന ഭാഗത്തെ ആയത്തുകളാണ് നാം പഠിക്കുന്നത്. 17 മുതലുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. അള്ളാഹു ഈ സൂറയുടെ സമാപനത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നരകത്തെക്കുറിച്ചുള്ള താക്കീതായിരുന്നു അല്ലേ? ആരാ നരകത്തിൽ പോവുക? അൽ അഷ്ഖ, പരമനിർഭാഗ്യവാനായ ആളാണ് നരകത്തിൽ പോവാന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് ആ നരകത്തിൽ നിന്ന് ആരൊക്കെയാണ് മാറ്റി നിർത്തപ്പെടുക. അപ്പോൾ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തി എവിടെ എത്തും? സ്വർഗത്തിലെത്തും. രണ്ടും അല്ലാത്തൊരവസ്ഥ പരലോകത്തില്ലല്ലോ. വസയുജന്നബുഹൽ അത്ഖ. അള്ളാഹു 17-ാമത്തെ ആയത്ത് മുതൽ പറയാണ്, ജന്നബ യുജന്നിബു. ജന്നബ എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തി എന്നാണ് അർത്ഥം. ജന്നബ. ജുന്നിബ യുജന്നബു, അകറ്റി നിർത്തപ്പെടും. വ സ, അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? യുജന്നബുഹ, അതിൽ നിന്ന്. ഹ എന്ന് പറഞ്ഞത് നരകമാണ്. നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. ആര്? അൽ അത്ഖ, പരമഭക്തനായ ആള്. നേരത്തെ വന്നില്ലേ, ഇത്തഖ എന്ന് വന്നില്ലേ? അഅത വത്തഖ, ഇത്തഖ എന്ന് വന്നിരുന്നു. അതിൽ നിന്നുള്ളതാണ്. തഖിയ് എന്നാണ് ഭക്തൻ. അള്ളാഹിനെ പേടിച്ച് സൂക്ഷ്മതയോടെ കഴിയുന്ന ആൾക്ക് തഖിയ് എന്ന് പറയാം. തഖിയുദ്ദീൻ എന്നൊക്കെ പേരുണ്ട്. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് അത്ഖ. ഷഖിയ് അഷ്ഖ, തഖിയ് അത്ഖ, രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. വസയുജന്നബുഹൽ അത്ഖ, പരമഭക്തനായ, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന ആള് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. അപ്പോൾ നമുക്ക് അതിലാണ് ചെന്നപ്പെടേണ്ടത് അല്ലേ? എന്നിട്ട് അയാളുടെ പ്രത്യേകത പറയാണ്, അല്ലദീ, അയാള് യുക്തി മാലഹു യതസക്ക. ആത്താ യുക്തി, നൽകി എന്നാണ് അർത്ഥം. നേരത്തെ അഴത്താ പഠിച്ചില്ലേ? ഏതാണ്ട് അതേ ആശയം തന്നെയാണ്. അഴത്താ പോലെ നൽകി. അല്ലദീ യുക്തി, നൽകുന്നവനായ. മാലഹു, തൻ്റെ സമ്പത്ത്. എന്തിനാ നൽകുന്നത്? യതസക്ക, അയാൾക്ക് സ്വയം ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് നൽകുന്നത്. മനസ്സ് ശുദ്ധിയാവണം, തൻ്റെ ചിന്ത വിചാരങ്ങളൊക്കെ ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ആളാണ്. സമ്പത്ത് ചെലവഴിച്ചാൽ എങ്ങനെ മനസ്സ് ശുദ്ധിയാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ അല്ലേ? ഇപ്പോൾ ഒരാൾ സക്കാത്ത് നൽകുകയാണ്. അയാളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 2.5 ലക്ഷം അല്ലേ? 2.5% ആണ്. അപ്പോൾ 2.5 ലക്ഷം കൊടുക്കണം. 2.5 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ മനസ്സിൽ വിഷമാവില്ലേ? എന്തൊക്കെ ചെയ്യുക 2.5 ലക്ഷം കൊണ്ട്? പക്ഷെ അയാൾ മനസ്സ് പറയാണ്, ഇത് എൻ്റെതല്ല, അള്ളാഹു എന്നെ ഏൽപ്പിച്ചാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹു പറഞ്ഞവർക്ക് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഇയാളുടെ മനസ്സിലെ അഹങ്കാരമൊക്കെ പോവും. നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, ബഹില വസ്തഹിന, പിശുക്ക് കാണിച്ച് എനിക്ക് ഞാൻ തന്നെ മതി എന്നൊക്കെ വിചാരിക്കുന്ന അഹങ്കാരിയായ ആൾക്കാർ. പക്ഷെ ചെലവഴിക്കുമ്പോൾ നേരെ മറിച്ചാവും. നമ്മൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുമ്പോഴല്ലേ, ഈ സമ്പത്ത് എൻ്റേതല്ല, അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് നമ്മുടെ മനസ്സ് പറയും. അപ്പോൾ നമ്മൾ വളരെ വിനയമുള്ള, ഹമ്പിളായിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പോൾ അതിനാ ചെലവഴിക്കുന്നത്. നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, കൊടുക്കുമ്പോൾ അത് മനസ്സിലാവില്ല. അത് ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്. അല്ലദീ യുക്തി മാലഹു യതസക്ക. എന്നിട്ട് പറയാണ്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ.
നമ്മളിപ്പോൾ ആർക്കെങ്കിലും കൊടുത്താൽ നമ്മുടെ മനസ്സിലുണ്ടാവോ, അയാളെന്താ എന്നെ കണ്ടിട്ടൊന്ന് ചിരിച്ച പോലും ഇല്ലല്ലോ, ഞാനത്ര കാശ് കൊടുത്ത അയാൾക്ക്, എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നിന്നില്ലല്ലോ എന്നൊക്കെ തോന്നും അല്ലേ. ചിലപ്പോൾ ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൊണേറ്റഡ് ബൈ എന്നൊക്കെ ബോർഡ് എഴുതി വെക്കുന്ന കാണാറില്ലേ. അത് കാണുമ്പോൾ ഒരു സുഖമാണ്, ഞാനാണ് കൊടുത്തതെന്ന് എല്ലാവരും അറിയട്ടെ. പക്ഷെ ഇയാൾ അങ്ങനെ അല്ല കൊടുക്കുന്നത്. വമാ ഇല്ല ലി അഹദിൻ, ഒരാൾക്കും ഇയാൾ കൊടുക്കൂല. വമാ ലി അഹദിൻ ഇൻദഹു, അയാളുടെ അടുക്കൽ ഇല്ല, മിൻ നിഅമ, ഒരനുഗ്രഹവും ഒരു ഉപകാരവും അയാൾ ചെയ്യൂല. തുജ്സ, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ജസാ യജ്സി എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി, ഒരു റിവാർഡ് നൽകുന്നതിനാണ് പറയാം. ജസാ പ്രതിഫലം, പ്രതിഫലം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുക എന്നാണ്. നമ്മൾ ഒരാൾക്കൊരു സർവീസ് ചെയ്യുമ്പോൾ അയാൾ നൽകുന്ന റിവാർഡ് ഉണ്ടല്ലോ, അതാണ് ജസ. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. വമാലി അഹദിൻ, ഒരാൾക്കുമില്ല, ഇൻദഹു, ഇയാളുടെ പക്കൽ, മിൻ നിഅമത്തിൻ, ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു ഉപകാരവും ഒരു ഔദാര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ആൾക്കൊന്നും കൊടുക്കൂല. തുജ്സ, തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു പുഞ്ചിരി പോലും ഇയാൾ ആഗ്രഹിക്കില്ല. പലപ്പോഴും പേരൊന്നും വെളിപ്പെടുത്താതെ വേറെ ആരുടെങ്കിലും കൈ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അയാൾ നൽകുന്നത് അല്ലേ. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ കാണാം. ആരാ കൊടുത്തതെന്ന് അറിയില്ല, കാര്യം നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകുമോ? ഉണ്ടാവും. ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് എന്തു കൊടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുന്ന കാലമാണല്ലേ. പക്ഷെ ഇവരങ്ങനെയല്ല. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവരൊന്നും കൊടുക്കൂല. പിന്നെ എന്താ ഇവരുടെ ആഗ്രഹം? എന്തിനാ കൊടുക്കുന്നത്? ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ ആല, ഇല്ല അല്ലാതെ, ഇബ്തിഗാ ആഗ്രഹം. ഇവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? വജ്ഹി റബ്ബിഹി, വജ്ഹ് മുഖം എന്നാണ് ഒരർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് തൃപ്തി, പ്രീതി എന്നൊക്കെയാണ്, ഇഷ്ടം. വജ്ഹി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ തൃപ്തി അല്ലാതെ. അൽ ആല, ഉന്നതനായ. അലിയ് എന്ന വാക്കിൻ്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് ആല. ഈ സൂറയിൽ അങ്ങനെ ചില വാക്കുകൾ പഠിക്കുന്നുണ്ടല്ലേ. ആദ്യം എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ അഷ്ക പഠിച്ചു, അത്സ്ക പഠിച്ചു, ഇപ്പോൾ ആല പഠിക്കുന്നു. അതുപോലെ വേറൊരു സ്റ്റൈലിൽ ഹുസ്ന എന്ന വാക്ക് നമ്മൾ പഠിച്ചില്ലേ. ഇതൊക്കെ സൂപ്പർലേറ്റീവ് ഫോമാണ്. അപ്പോൾ അൽ ആല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതൻ എന്നാണ്. ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ ആല, ഉന്നതനായ തൻ്റെ റബ്ബിൻ്റെ പ്രീതിയിലുള്ള പ്രതീക്ഷ അല്ലാതെ വേറെ ഒന്നും അയാൾ ആഗ്രഹിക്കില്ല. റബ്ബ് തൃപ്തിപ്പെട്ടാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ എൻ്റെ പേരൊന്നും എവിടെയും പറയരുത് കേട്ടോ എന്നായിരിക്കും അയാൾ പറയാം. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്താകും? നാളെ പരലോകത്തെത്തുമ്പോൾ വല സൗഫ യർള, ല, തീർച്ചയായും, സൗഫ, പിന്നീട്, പരലോകത്ത്, യർള, റളിയ യർള, തൃപ്തിപ്പെട്ടു, അയാൾ നല്ല സംതൃപ്തിയുള്ള ആളാകും. കാരണം അള്ളാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു, വേറെ ആരും അറിയില്ല. അള്ളാഹു തിരിച്ചറിഞ്ഞു ഇയാൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും കൊടുക്കുന്ന ആളല്ല, മറിച്ച് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച ആളാണ്. ഇഹലോകത്ത്, ഈ ലോകത്ത് അയാൾക്ക് ഒരു ആദരവൊന്നും കിട്ടിയിട്ടില്ല. നമ്മളങ്ങനെയല്ലേ പലരെയും ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ട് ഇന്ന റോഡ് നന്നാക്കി തന്ന, അല്ലെങ്കിൽ ഇന്ന ബിൽഡിംഗ് എടുത്ത ആൾക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയും. ചിലപ്പോൾ അത് വേണ്ടി വരും, ആളുകൾക്കത് നല്ലത് ചെയ്യാനുള്ള ഒരു പ്രേരണ നൽകുക എന്നുള്ള ഉദ്ദേശത്തിൽ. പക്ഷെ ഇദ്ദേഹം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലസൗഫ യർള, നാളെ പരലോകത്ത് അയാൾ തൃപ്തനാകും, അള്ളാഹു പ്രതിഫലം നൽകുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവും. ഈ ആയത്തുകൾ ഒരു സഹാബിയുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ തഫ്സീറുകളൊക്കെ അങ്ങനെ സംഭവം പറയുന്നു. ആരായിരിക്കും അത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കും. അന്ന് അടിമത്വം ഉണ്ടായിരുന്നല്ലോ, മനുഷ്യനെ അടിമയാക്കി കൊണ്ടിരുന്ന ഒരു കാലമാണ് അന്ന് അല്ലേ. മൃഗങ്ങളെപ്പോലെ മനുഷ്യരെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവെ അറിയില്ലേ, അടിമയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇസ്ലാം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഇസ്ലാമിൽ അടിമത്വം ഇല്ല, എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ എന്നിട്ടും ബിലാലിൻ്റെ ഒരു ഉടമസ്ഥൻ ഉണ്ടായിരുന്നല്ലോ, എന്താ പേര്? ഉമയ്യത്ത് ബിൻ ഖലഫ് അല്ലേ. ഇദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവെ ചാട്ടവാറ് കൊണ്ട് തല്ലി, ചുട്ടുപഴുത്ത മണലിൽ കിടത്തി, നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചു, ഇങ്ങനെ പല വിധത്തിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന് അറിയാം? ഒരിക്കൽ
ഇങ്ങനെ തല്ല് കൊണ്ട് ബിലാൽ റളിയല്ലാഹു പ്രയാസപ്പെടുന്ന കണ്ടപ്പോൾ ചെന്നിട്ട് വലിയൊരു തുക ഈ ഉമയ്യത്തിന് കൊടുത്തു. വലിയ ക്യാഷ് കൊടുത്തിട്ട് ബിലാലിനെ മോചിപ്പിച്ചു. അപ്പോൾ ബിലാലാണെങ്കിൽ തല്ല് കൊണ്ട് ശരീരമൊക്കെ ആകെ മുറിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മെലിഞ്ഞ് എല്ലും കൂടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വാപ്പ ചോദിക്കുകയാണ്, അല്ല മോനെ, നീ ഇയാളെയാണ് കൊണ്ടുവന്നത്, ഇതെന്തൊരു കോലമാണ്, ഇയാളെ കൊണ്ടൊരു ജോലിയും ചെയ്യിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, വാപ്പ, ഞാൻ അതിനൊന്നും അല്ല ഇയാളെ കൊണ്ടുവന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് ഇദ്ദേഹത്തെ മോചിപ്പിച്ചതാണ്. അടിമമോചനം എന്നത് ഏറ്റവും പ്രതിഫലമുള്ള വലിയൊരു കാര്യമല്ലേ, ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നന്മകൾ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ ചെയ്തിട്ടുണ്ട്. ഇന്നും അതുപോലെയുള്ള മനുഷ്യരെ കാണാം. അപ്പം ഇങ്ങനെ നന്മ ആഗ്രഹിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ചിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആൾക്കാരെന്താകും? വസയുജന്നബുഹൽ അത്ഖ. ഇങ്ങനെയുള്ള അത്ഖ ഭക്തന്മാരായ ആൾക്കാർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും എന്നാണ്. അപ്പം അങ്ങനെ ചെയ്യണം, വേറൊരാളും അറിയാതെ. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൽ ഒരാൾക്ക് പാഠപുസ്തകം വാങ്ങാൻ കാശില്ല, അല്ലെങ്കിൽ എന്തോ പ്രയാസം ഉണ്ടെന്ന് കണ്ടാൽ വളരെ സീക്രട്ടായിട്ട് അയാളുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും അയാളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വഷളാക്കാത്ത രൂപത്തിൽ, നല്ല രൂപത്തിൽ അയാളുടെ പ്രശ്നം പരിഹരിച്ചാൽ നമ്മളും ഇതുപോലെ അത്ഖയായിട്ട് മാറും. അപ്പോൾ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലേ. ഏതായാലും ഈ സൂറ അവസാനിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി തരുമാറാവട്ടെ. സൂറത്തുൽ ലൈൽ വളരെ നല്ല ഒരു ആശയമാണ്, ഒരു മെസ്സേജാണ് നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാം സൂറത്തുൽ ലൈലിൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.